ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ക്ലബ്ബിൽ കയറുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഈ പറയുന്ന ഫിക്സ്ഡ് വിങ് ഡ്രോൺസ്, ആർസി ക്ലീൻസ് എന്ന് പറഞ്ഞ ഫിക്സ്ഡ് വിങ് ഡ്രോൺസ് ആൻഡ് റോട്ടറി വിങ് ഡ്രോൺസ് ഇതിനെപ്പറ്റി പഠിച്ചു തുടങ്ങുന്നത്. പിന്നെ വരുന്ന കോസ്റ്റ് മെയിൻലി വരുന്നത് ബാറ്ററി, ഇലക്ട്രോണിക് കമ്പോണൻസ്, ബാറ്ററി, മോട്ടർ, സെർവോസ്, അതാണ് മെയിൻലി വരുന്നത്. പിന്നെ അത് പറത്താൻ വേണ്ടിയിട്ടുള്ളൊരു RC ട്രാൻസ്മിറ്റർ ഉണ്ട് 2.4 GHz. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ചിലവുണ്ട്. ഒരു പേലോഡ് ഉണ്ട്. ആ പേലോഡ് അവർ തരുന്ന സ്പെസിഫിക് ലൊക്കേഷനിൽ പോയി ഡ്രോപ്പ് ചെയ്യുക, അവിടെ ഒരു QR സ്കാൻ ചെയ്യുക, തിരിച്ചു വരാന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ആ കോമ്പറ്റീഷന് പോയി നമ്മൾ ബെസ്റ്റ് പേലോഡ് മെക്കാനിസം ഓവറോൾ ഓൾ ഇന്ത്യ റാങ്ക് സെക്കൻഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് ഉണ്ടായത് ഞാൻ ബ്രില്യൻറ്റിൽ വന്നപ്പോഴാണ്. എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാനും ഒരു ലൈഫിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഔട്ട്ലുക്കും കിട്ടിയത് ബ്രില്യൻറ്റിൽ വന്നപ്പോഴാണ്. നമ്മൾ എങ്ങനെ ഡ്രോൺ മോഡൽ ചെയ്യാൻ പോകുന്നത്, എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ഡിസൈൻ റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊരു ഇവാലുവേഷന് ശേഷം അവരുടെ ക്രൈറ്റീരിയാസ് മീറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ അടുത്ത ഫേസുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. NIT കാലിക്കറ്റിൽ അനവധി ക്ലബ്ബുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് ക്ലബ് എയ്റോ അൺവെയർഡ് എന്ന് പറയുന്നൊരു ക്ലബ്ബാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ RC പ്ലെയിനിലും അതുപോലെ തന്നെ ഡ്രോണുകളിലുമാണ് കൂടുതൽ എക്സ്പെരിമെന്റും അതുപോലെ തന്നെ കോമ്പറ്റീഷനും ഒക്കെ പങ്കെടുക്കുന്നത്. ഈ ഒരു യുദ്ധത്തിന്റെയൊക്കെ സമയത്ത് എത്രമാത്രം ഡ്രോൺസ് ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അതിനൊരു കോസ്റ്റ് എഫക്റ്റീവും അതിനൊരു ആപ്ലിക്കബിലിറ്റിയൊക്കെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഈ ഒരു സമയത്ത് NIT കാലിക്കറ്റിലെ ഈ പറയുന്ന ക്ലബ് എയ്റോ അൺവെയർഡിന്റെ സാരഥികളെ നമ്മൾ മീറ്റ് ചെയ്യുകയാണ്. പോളും ഉണ്ട്, അതുപോലെ തന്നെ ആകാംക്ഷയും ഉണ്ട്. സോ എവർക്കും സ്വാഗതം. ഒന്ന് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും ഡീറ്റെയിൽസും ക്ലബിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് പോൾ എന്നാണ്. ഞാനിവിടെ തേർഡ് ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ കറൻ്റ്ലി ക്ലബ് എയ്റോ അൺവെയർഡിന്റെ സെക്രട്ടറി ആണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ക്ലബ്ബിൽ കയറുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഈ പറയുന്ന ഫിക്സ്ഡ് വിങ് ഡ്രോൺസ്, RC ക്ലീൻസ് എന്ന് പറഞ്ഞ ഫിക്സ്ഡ് വിങ് ഡ്രോൺസ് ആൻഡ് റോട്ടറി വിങ് ഡ്രോൺസ് ഇതിനെപ്പറ്റി പഠിച്ചു തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഇതിൽ പല കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് ഇയറിലാകുമ്പോൾ ഇങ്ങനെ കാണുമല്ലോ കുറേ ക്ലബ്സ്, കുറേ കോമ്പറ്റീഷൻസിന് പോകുന്നു. അപ്പോൾ അങ്ങനെ കണ്ട് ഇൻട്രസ്റ്റ് ആയി ജോയിൻ ചെയ്തതാണ്. ഇവിടെ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇന്ന ഡിപ്പാർട്ട്മെന്റിലുള്ളവരുടെ കീഴിലാണ് ഇന്ന ക്ലബ്ബ്, അങ്ങനെ വല്ല ക്രൈറ്റീരിയ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് പ്യൂർലി ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ് ആണ്. സംഭവം എന്താ വെച്ചാൽ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ അവിടെ ഫിക്സ്ഡ് ആയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് ഓരോ സെക്ടറായിട്ട് പോകാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്രോൺസ് നിൽക്കുമ്പോൾ ഫുള്ളി ഇലക്ട്രോണിക്സ് ആണെന്ന് വിചാരിക്കുന്ന കുറെ പിള്ളേരുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ മെക്കാനിക്കലാണ്, എനിക്ക് കൂടുതൽ എനിക്കിഷ്ടം ഡ്രോൺസിൽ വർക്ക് ചെയ്യാനാണ്. അത് ഓരോ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്താണ്. ഒരിക്കലും ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ലിമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പക്ഷേ ജെയ് ആയിരിക്കും നമ്മുടെ റാങ്കുകളും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുന്നത്. നല്ല ഇന്റർ ഡിസിപ്ലിനറി ആണ് നമ്മുടെ താല്പര്യങ്ങളല്ലേ? എൻ്റെ പേര് ആകാംക്ഷ്. ഞാൻ തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. കറൻ്റ്ലി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കറൻ്റ്ലി ദ ട്രഷറർ ഓഫ് ക്ലബ് എയ്റോ അൺവെയർഡ്. അപ്പോൾ പോളിൻ്റെ പോലെ തന്നെ സെയിം ഇയർ ആണ്, ഒരുമിച്ചാണ് ഞാൻ കയറിയത്. ചെറുപ്പം മുതലേ തന്നെ സ്പേസ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എയറോസ്പേസ് ഫീൽഡൊക്കെ ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യം വന്നപ്പോൾ കുറേ ക്ലബ്സ് ഉണ്ടായിരുന്നു. ബട്ട് കൂടുതലും ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ ഞാനിപ്പോൾ CS ആയ കാരണം എയറോസ്പേസ് ആയിട്ട് പാഷൻ റിലേറ്റഡ് കുറച്ച് ക്ലബ്സ് നോക്കിയപ്പോൾ എയ്റോ അൺവെയർഡ് ആണ് കുറച്ചും കൂടിയും മുൻപന്തിയിലുണ്ടായത്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തു. സെക്കൻഡ് ഇയറിൽ കൂടുതലും RC പ്ലെയിൻസിലാണ് വർക്ക് ചെയ്തത്. തേർഡ് ഇയേഴ്സ് ആയപ്പോൾ കുറച്ചും കൂടി ഡ്രോൺ റിലേറ്റഡും പിന്നെ കുറച്ച് മാനേജറിയൽ പൊസിഷനും ആണ് നോക്കുന്നത്. 22-23 ബാച്ച് റിപ്പീറ്റർ ബാച്ച് ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ലിബർട്ടി ഹോസ്റ്റലായിരുന്നു രണ്ടുപേരും. അപ്പുറപ്പുറൊക്കെ ആയിരുന്നു റൂംസ്. അപ്പോൾ അവിടെ പഠിച്ച് അതിനുശേഷമാണ് നമ്മൾ മെയിൻസ് അഡ്വാൻസിന് ശേഷം അതിനുശേഷമാണ് NITയിലേക്ക് വരുന്നത്. ബ്രില്യൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ I6 ബാച്ച് ആയിരുന്നു, ബിനിൽ സാറിന്റെ ബാച്ച് ആയിരുന്നു. പിന്നെ അതേപോലെ ലിബർട്ടി ആണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ലിബർട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന അരുൺ സാറിനെയാണ്. ഇപ്പൊ ഞങ്ങള് ഇപ്പോൾ ജെയ്ക്ക് പഠിക്കുന്ന പിള്ളേർക്കറിയാം ചില സമയത്ത് അവരിങ്ങനെ ഡൗൺ ആയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലൊക്കെ ഒരു നല്ല മോട്ടിവേഷൻ തന്നിരുന്ന ഒരു സാറാണ് അരുൺ സാർ. പേഴ്സണലി എനിക്ക് ഇപ്പോഴാണ് കോൺടാക്ട് ഉള്ള ഒരു സാറാണ്. അതേപോലെ തന്നെ ബിനിൽ സാറാണല്ലോ. പിന്നെ അന്ന് ലിബർട്ടിയിൽ വന്നിട്ട് കിഷോർ സാറിനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ സാറാണെങ്കിലും ഫിസിക്സിന്റെ ഡൗട്ട്സ് ഒക്കെ പറഞ്ഞു തരാനാണെങ്കിലും സാറിന് എനിക്ക് അങ്ങനെ നല്ലൊരു ഓർമ്മയുള്ളൊരു സമയമായിരുന്നു. ഞാൻ ലിബർട്ടിയിൽ തന്നെയായിരുന്നു. ഞാൻ I1 ബാച്ചിലായിരുന്നു, അരുൺ സാറിൻ്റെ ക്ലാസ്സിലായിരുന്നു. അപ്പോൾ
ഓർമ്മകൾ എന്ന് വെച്ചാൽ കുറെ ഓർമ്മകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് ഉണ്ടായത് ഞാൻ ബ്രില്യൻറ്റിൽ വന്നപ്പോഴാണ്. എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാനും ലൈക്ക് ഒരു ലൈഫിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഔട്ട്ലുക്കും കിട്ടിയത് ബ്രില്യൻറ്റിൽ വന്നപ്പോഴാണ്. ഇപ്പോൾ ഇവിടെ NIT-യിലായാലും ഞങ്ങളുടെ ഓൾമോസ്റ്റ് ബ്രില്യൻറ്റിലത്തെ ലിബർട്ടിയിലത്തെ ഓൾമോസ്റ്റ് പകുതി ആൾക്കാരും NIT കാലിക്കറ്റിലുണ്ട്, മലയാളികളായിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴായാലും ഞങ്ങൾക്കൊരു പെട്ടെന്നൊരു പുതിയ സ്ഥലത്തോട്ട് വന്ന ഒരു ഫീൽ ഉണ്ടായില്ല. പരിചയമുള്ള കുറേ ആൾക്കാരുണ്ടായി. അപ്പോൾ ഫസ്റ്റ് ഇയർ ആയാലും അത്യാവശ്യം ഡിഫറെൻ്റ് ആൾക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ലോൺലിനെസ് തോന്നിയില്ല. പിന്നെ ബ്രില്യൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ എൻ്റെ പഴയ റൂംമേറ്റ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും അവരായിട്ട് ഇപ്പോഴും കോണ്ടാക്ട്സ് ഉണ്ട്. എല്ലാവരും ഇന്ത്യയിൽ തന്നെ പല പല സ്ഥലത്തായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അവരായിട്ട് ഇപ്പോഴും കണക്ഷൻസ് പോകുന്നു. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പോകുന്നു. ശരിക്കും ഒരു ക്ലബിന്റെ മെക്കാനിസം അങ്ങനെ, അതായത് അവർക്ക് ഫണ്ട് വേണം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ പോകണം, എത്ര എക്സ്പെൻസ് വരും ഒരു പ്രോജക്റ്റ് ഒക്കെ ഒന്ന് റൺ ചെയ്യണമെങ്കിൽ? ഇപ്പോൾ പ്ലെയിൻസ് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസസ് കുറവാണ്. ഒരു 20-30K മാനേജ് ചെയ്യാൻ പറ്റും. ഒരു ഡ്രോണിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്, ഒരു RC പ്ലെയിൻ്റെ കാര്യം ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ അതിന്റെ മെക്കാനിസം എങ്ങനെ, അത് കമ്പോണൻസ് മേടിച്ചിട്ട് അസംബിൾ ചെയ്ത രീതിയിലാണോ അതോ എല്ലാം ഫ്രം സ്ക്രാച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയിലാണോ, എങ്ങനെ അതിന്റെ ഒരു ഡെവലപ്മെന്റ് വരുന്നത്? അതിൽ ആദ്യം ഞങ്ങൾ റിസർച്ച് പേപ്പേഴ്സ് കൺസിഡർ ചെയ്യും. അതിൽ ഞങ്ങൾ പ്രിലിമിനറി ഡിസൈൻ ഉണ്ടാക്കും. നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ടാവും, ആ പ്രോബ്ലത്തിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് രീതിയിൽ ഒരു ഡിസൈൻ ഉണ്ടാക്കും. ആ ഡിസൈനിൻ്റെ റീവാലുവേഷൻസ് ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഏറ്റവും അവസാനം നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡിസൈനിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് ഫാബ്രിക്കേഷനിലോട്ട് പ്രൊസീഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കമ്പോണൻസ് വാങ്ങിച്ചിട്ട് അതും ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിലും എന്തെങ്കിലും റിയൽ വേൾഡ് കമ്പാരിസണും ലൈക്ക് തിയറിയും റിയൽ വേൾഡും അത്യാവശ്യം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിലും കുറച്ച് ചാലഞ്ചസ് വരാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഡ്രോയിങ് ബോർഡ്സിലോട്ട് തിരിച്ചുപോയി ഡിസൈൻ കുറച്ചും കൂടി ചേഞ്ച് ചെയ്ത് വീണ്ടും ഫാബ്രിക്കേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്യും. ഒരു ഡ്രോൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എത്ര നാളത്തെ എഫോർട്ട് വേണ്ടി വരും ഒരു സ്ക്രാച്ച് ലെവലിൽ നോക്കുവാണെങ്കിൽ? ഡ്രോൺ ക്രിയേറ്റ് ചെയ്യാൻ അത്യാവശ്യം സമയം പിടിക്കും എന്നാണ് എൻ്റെ നിഗമനം. അതിൽ കൂടുതലും പോളാണ് കുറച്ചും കൂടി ഡ്രോണിന്റെ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഒരു RC പ്ലെയിനെ കുറിച്ച് പറയുമ്പോഴത്തേനും ചില നമ്മൾ ഈ RC ഡിവൈസസ് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കാറുകളൊക്കെയാണ് പലപ്പോഴും ഇൻസ്റ്റയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. എങ്ങനെയാണ് അതിന്റെ ഒരു മെക്കാനിസം, അല്ലെങ്കിൽ എത്ര രൂപയായിരിക്കും അതിനൊരു ചെലവ് വരുന്നത്, എങ്ങനെയാണ് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ പാർട്ടൊക്കെ വരുന്നത്? നിങ്ങൾ കോമ്പറ്റീഷൻ പോകാറുണ്ടല്ലേ? അതെ അതെ. ഓക്കെ. കൂടുതലും RC പ്ലെയിൻസിൽ ഞങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് ബാൽസ വെച്ചിട്ടാണ്. കാരണം ബാൽസ ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ അത്യാവശ്യം സ്ട്രക്ചറലി ഇൻറ്റഗ്രിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ആണ്. അപ്പോൾ കൂടുതൽ അത് വെച്ച് കൺസ്ട്രക്ട് ചെയ്യാറ്. ഇപ്പോൾ RC പ്ലെയിൻസിൻ്റെ കാര്യത്തിൽ മെയിൻലി കോമ്പറ്റീഷൻസ് SAE സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്, അവരുടെ കോമ്പറ്റീഷൻസ് ആണ് ഞങ്ങൾ മെയിനായിട്ട് നോക്കാറുള്ളത്. കാരണം അതും ഓൾ ഇന്ത്യ ബേസ്ഡ് കോമ്പറ്റീഷൻസ് ആയിരിക്കും. അതിൽ നോക്കുകയാണെങ്കിൽ മെയിൻലി RC പ്ലെയിൻസിൻ്റെ കാര്യത്തിൽ 2 കൺസ്ട്രെയിൻസ് ആണ് സാധാരണ വരാറ്. ഒന്ന് വിങ് സ്പാൻ ആയിരിക്കും. വിങ് സ്പാൻ ആസ് ഇൻ ലൈക്ക് വിങ്ങിൻ്റെ ഒരു ഡൈമെൻഷൻ ഇത്രയ്ക്ക് വെച്ചിട്ട് അവർ മാക്സിമൈസ് ചെയ്യും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൺസ്ട്രക്ട് ചെയ്യണം. പിന്നെ വരുന്നത് ത്രസ്റ്റ് വെയിറ്റ് റേഷ്യോ ആണ്. എത്ര ഫോർ എ പെർട്ടിക്കുലർ വെയിറ്റ് എത്ര ത്രസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ആസ് ഇൻ ലൈക്ക് നമ്മുടെ മൂട്ട വെച്ചിട്ട് എത്ര ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യാം. ഈ 2 ക്രൈറ്റീരിയയുടെ ഉള്ളിലാണ് സാധാരണ നമ്മൾ പ്ലെയിൻ ഡിസൈൻ ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഡിസൈൻ എലമെൻറ്റ്സ് എല്ലാം നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കൂടുതലും DDC എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻസിനാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ NITസും IITസും കണ്ടക്ട് ചെയ്യുന്ന കോമ്പറ്റീഷൻസിന് പോകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസംബറിൽ IIT ബോംബെ കണ്ടക്ട് ചെയ്ത ഒരു കോമ്പറ്റീഷനിൽ പോയി അതിൽ 6th റാങ്ക് വന്നു. അങ്ങനെ പിന്നെ കൂടുതലും RC പ്ലെയിൻസിൻ്റെ കോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മെറ്റീരിയൽ ആസ് ഇൻ ലൈക്ക് ഫാബ്രിക്കേഷൻ മെറ്റീരിയൽ ആ ബോഡി കൺസ്ട്രക്ട് ചെയ്യാൻ തന്നെ അത്യാവശ്യം കാശ് വരുന്നുണ്ട്. ബാൽസ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ വരുന്ന കോസ്റ്റ് മെയിൻലി വരുന്നത് ബാറ്ററി, ഇലക്ട്രോണിക് കമ്പോണൻസ്, ബാറ്ററി, മോട്ടർ, സെർവോസ്, അതാണ് മെയിൻലി വരുന്നത്. പിന്നെ അത് പറത്താൻ വേണ്ടിയിട്ടുള്ളൊരു RC ട്രാൻസ്മിറ്റർ ഉണ്ട് 2.4 GHz. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ചിലവുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ് നോക്കുകയാണെങ്കിൽ ഒരു 20-30K അത്യാവശ്യം നല്ലൊരു RC പ്ലെയിൻ യൂണിറ്റ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ പല കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈ കോമ്പറ്റീഷൻസ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്? ഒരു +2 വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് കാണും. അതായത് ഇൻസ്റ്റയിലും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എങ്ങനെ അതിൻ്റെ ഒരു നിങ്ങളൊരു ടോപ്പ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായത്? ഇപ്പോൾ കോമ്പറ്റീഷനിൽ യൂഷ്വലി കുറച്ച് കാര്യങ്ങളുണ്ടാവും. ആദ്യം നോക്കുന്നത് ഡിസൈൻ എത്രത്തോളം ഒരു എഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ലോ കോസ്റ്റ് ഡിസൈൻ ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നമ്മൾ ജഡ്ജസ് ആയിട്ട് എന്തായാലും
ലൈക്ക് ആസ് ഇൻ ലൈക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട് കോമ്പറ്റീഷന്. അപ്പോൾ അതിൽ ഒരു പാട്ട് മാത്രമാണ് ഫ്ലൈയിങ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ പാട്ടെന്ന് പറയാം. അതിനു മുമ്പ് തന്നെ ഡിസൈൻ ഇവാലുവേഷൻസും അതിൻ്റെ റിസർച്ച് ഇവാലുവേഷൻ, നമ്മൾ ഇപ്പോൾ പ്രിലിമിനറി ഡിസൈൻ റിപ്പോർട്ട് പറഞ്ഞിരുന്നു, അപ്പോൾ അതിൻ്റെ ആയിട്ടും ഇവാലുവേഷൻസ് ഉണ്ട്. അതിനായിട്ട് പ്രസൻറ്റേഷനും ചെയ്യണം. ഇതെല്ലാനും ലൈക്ക് അവസാനത്തെ ഫ്ലൈയിങ് റൗണ്ടിന് മുമ്പായിട്ടായിരിക്കും. അപ്പോൾ അതെല്ലാനും കൂടിയിട്ടാണ്, അതിൻ്റെ പോയിന്റ്സും എടുത്തിട്ടാണ് അവസാനം ഒരു ഫൈനലിൻ്റെ റിസൾട്ട് വരാം. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാ ആസ്പെക്ട്സിനും, ഒരു RC പ്ലെയിൻ ഉണ്ടാക്കുന്ന എല്ലാ ആസ്പെക്ട്സിനും. നമ്മൾ ഇതുവരെ RC പ്ലെയിനെ കുറിച്ചും അതിൻ്റെ ഒരു എക്കണോമിക് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ ആസ്പെക്ട് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മളൊരു ഡ്രോൺസിലേക്ക് വരുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഡ്രോൺസിലേക്ക് വരുമ്പോൾ. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഓവറോൾ മെക്കാനിസവും നിങ്ങളുടെ ക്ലബിൻ്റെ ആക്ടിവിറ്റീസും ഡ്രോൺ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ ഡ്രോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ പല യൂസസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോബീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ആസ് എ ഹോബി അവർ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. FPV ഡ്രോൺസിന് അത് ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. പിന്നെ അതേപോലെ ഫ്രീ സ്റ്റൈലിംഗ്, റേസിംഗ് അതുപോലെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ അല്ലാണ്ട് പല പല മിഷൻസ്, ഇപ്പോൾ ഒരു ഓട്ടോണമസ് ഡ്രോൺ, ഓട്ടോണമസ് പേലോട്ട്, ഇപ്പോൾ ഡിഫൻസിന്റെ സെക്ടറിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ ഓട്ടോണമസ് ഡ്രോൺസിന്റെ പ്രാധാന്യം കൂടുതലായി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ അറിയുണ്ടാവും. നമ്മളിപ്പോൾ ലൈക്ക് ഡ്രോൺസിന്റെ യൂസ് എത്രമാത്രം ഉണ്ടെന്ന് ആ ഒരു ഓവറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകാറുള്ള കോമ്പറ്റീഷൻസ് നേരത്തെ പറഞ്ഞ പോലെ SI സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സിന്റെ ഒരു ADDC എന്ന് പറഞ്ഞ കോമ്പറ്റീഷനാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ SIRC അങ്ങനെ പല കോമ്പറ്റീഷൻ നമ്മൾ പോകാറുണ്ട്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന SIന്റെ കോമ്പറ്റീഷൻസ് തന്നെയാണ്. അപ്പോൾ SI കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു 3 ഫേസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ ഒരു ഡിസൈൻ റിപ്പോർട്ട്, ഇത് RC പ്ലെയിൻസ് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് ദ നമ്മൾ എങ്ങനെ ഡ്രോൺ മോഡൽ ചെയ്യാൻ പോകുന്നത്, എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പോകുന്നതിനുള്ള ഒരു ഡിസൈൻ റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊരു ഇവാലുവേഷന് ശേഷം അവരുടെ ക്രൈറ്റീരിയാസ് മീറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ അടുത്ത ഫേസുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ഫേസ് എന്ന് പറയുന്നത് ബേസിക്കലി ഓൺ സൈറ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ഡിസൈൻ റിപ്പോർട്ട് സബ്മിഷന് ശേഷം ഒരു 2-3 മാസം നമുക്കൊരു ഗ്യാപ്പ് കിട്ടും നമുക്ക് ആ ഡ്രോൺ ഫിസിക്കലി ബിൽഡ് ചെയ്യാനായിട്ട്. അപ്പൊ ബിൽഡ് ചെയ്തതിനു ശേഷം നമ്മൾ അവിടെ ഓൺ സൈറ്റ് അവിടെ കോമ്പറ്റീഷനിൽ പോയിട്ട് അവിടെ ഒരു ഇൻസ്പെക്ഷനും പ്രസന്റേഷൻ ഒക്കെ ഉണ്ട്. നമ്മുടെ ഡിസൈൻ അവിടെ പ്രസന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ വെച്ചിട്ടാണോ നമ്മുടെ ഡ്രോൺ ഉണ്ടാക്കിയിരിക്കുന്നത്, അങ്ങനെ ഒരു ഇവാലുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ ഫ്ലൈയിങ് സ്റ്റേജിലേക്ക് പോകുന്നത്. ഫ്ലൈയിങ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മാനുവലി ഫ്ലൈയിങ് അല്ല, ഇത് ഓട്ടോണോമസ് കോമ്പറ്റീഷൻ ആയതുകൊണ്ടാണ് ഓട്ടോണോമസ്ലി ഡ്രോൺ ഫ്ലൈ ചെയ്യണം. അപ്പോൾ പല കോമ്പറ്റീഷനിലും പല റിക്വയർമെന്റ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ അടുത്ത് പോയ കോമ്പറ്റീഷൻ ആണെങ്കിൽ അതിന്റെ റിക്വയർമെന്റ് ഒരു പേലോഡ് ഉണ്ട്. ആ പേലോഡ് അവർ തരുന്ന സ്പെസിഫിക് ലൊക്കേഷനിൽ പോയി ഡ്രോപ്പ് ചെയ്യുക, അവിടെ ഒരു QR സ്കാൻ ചെയ്യുക, തിരിച്ചു വരാന്നുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ആ കോമ്പറ്റീഷന് പോയി നമ്മൾ ബെസ്റ്റ് പേലോഡ് മെക്കാനിസം ഓൾ ഇന്ത്യ റാങ്ക് 2nd അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രോൺസിന്റെ കാര്യം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഫ്രീ സ്റ്റൈലിംഗ് റേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രോൺസ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ആൾക്കാർ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഫ്ലൈ ചെയ്തു അതുപോലെ പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ കോമ്പറ്റീഷൻസിനും പോകാറുണ്ട്. SIRC എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻസ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഡ്രോൺസിനെ പറ്റി പറയാനുള്ളത്. RC പ്ലെയിനെ കുറിച്ചും അതുപോലെ തന്നെ ഡ്രോൺസിനെ കുറിച്ചും ഒക്കെ ഒരു ടേബിൾ ഇപ്പുറം ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതുകൊണ്ടൊന്നും കാര്യമില്ല, തിയറി മാത്രം പോരാ, പ്രാക്ടിക്കലൂടെ വേണം. അപ്പോൾ നമ്മൾ ക്ലബ് ഐറോ അൺവയേർഡിന്റെ വർക്ക് സ്പേസിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ നമുക്ക് പല പല മോഡൽസ് നോക്കാം, പറ്റുമെങ്കിൽ ചിലതൊക്കെ ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് ചെയ്തു നോക്കാം. സോ നമുക്ക് ഇങ്ങോട്ട് പോകാം. അൺവയേർഡ് എന്ന ക്ലബിന്റെ വർക്ക് സ്പേസിലാണ് ഇപ്പോൾ ഉള്ളത്. ക്ലബിന്റെ മെമ്പേഴ്സ് എല്ലാം വളരെ ആക്റ്റീവായിട്ട് ഓരോ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകതകൾ ഈ ഒരു വർക്ക് സ്പേസിന്റെ? ഓക്കെ, അപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഡ്രോൺ സെക്ഷൻ ഉണ്ട്, അവിടെ പ്ലെയിൻ സെക്ഷൻ ഉണ്ട്, അവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ആൾക്കാർ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ഡ്രോൺസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ FPV ഡ്രോൺസ് ഉണ്ട്, അതേപോലെ തന്നെ പല പേലോഡ് മെഷീൻസിനായിട്ടുള്ള ഡ്രോൺസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഓരോ കാര്യങ്ങളുണ്ട്. ഇവിടെ സോൾഡറിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. അത് ട്രാൻസ്മിറ്റർ ആണ്, നമ്മൾ ഇത് മാനുവലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് ഓരോ സെക്ഷനിൽ പോയിട്ട് എന്താ ചെയ്യുന്നത് നോക്കാം. സോ ബേസിക്കലി നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രോൺസ് ഉണ്ട്. ഇപ്പോൾ പേലോഡ് ക്യാരിങ് ഓട്ടോണമസ് ഡ്രോൺസ് ഉണ്ട്. ഇപ്പോൾ ഓട്ടോണമസ് ഡ്രോൺ വെച്ചാൽ ഓട്ടോണമസ് നാവിഗേഷൻ ആണ്. നമുക്ക് ഒരാളുടെ സഹായം ആവശ്യമില്ല, മാനുവൽ കൺട്രോളിൻ്റെ ആവശ്യമില്ല. അത് തന്നെ ഒബ്സ്റ്റക്കിൾസ് അവോയ്ഡ് ചെയ്യും, 3D മാപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് തന്നെ സ്വന്തം സെൽഫ് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ആണ്. ഇത് FPV ഡ്രോൺസ് ആണ്, ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺസ് ആണ്. ഇത് ഏരിയൽ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഡ്രോൺസ് ആണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ആണ്. അപ്പോൾ ഡ്രോണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് FPV ഗോഗിൾസ് ആണ്. ഗോഗിൾസ് ഉപയോഗിച്ച് ഡ്രോണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള വിഷ്വൽസ് ഒക്കെ കാണാം. ഇതൻ വേറൊരു FPV ഡ്രോൺസ് ആണ്, ഹൈപ്പർ ഡ്രോൺസ് ആണ്. ഡ്രോൺ റേസിങ്ങിനൊക്കെ ഉപയോഗിക്കാറുണ്ട്, അല്ലാതെ റെസ്ക്യൂ മിഷൻസ് ഒക്കെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രോൺസ് ഒക്കെ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യുക, ട്യൂൺ ചെയ്യുക,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇത് ഓട്ടോണമസ് ഇത് ബേസിക്കലി ലൈക്ക് ഓട്ടോണമസ് ഡ്രോൺസ് കാലിബ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓട്ടോണമസ് ഡ്രോൺസ് കൺഫിഗർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മാപ്പ് കാണാം. ഈ മാപ്പിൽ ഏത് വേ പോയിന്റ് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഈ GPS മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഇത് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് തന്നെ GPS ആണ്. ഈ GPS വെച്ച് അത് ഇഷ്ടമുള്ള സ്ഥലത്ത് നാവിഗേറ്റ് ചെയ്യും. പിന്നെ അതിന്റെ ബാക്കി സെൻസേഴ്സ് ഉണ്ട്, ടെലമെട്രി ഉണ്ട്. അപ്പോൾ പല റേഡിയോ ഫ്രീക്വൻസി വെച്ചാണ് കമ്മ്യൂണിക്കേറ്റ്. ഇതിപ്പോൾ ഒരു ട്രാൻസ്മിറ്റർ ആണ്. ഈ ട്രാൻസ്മിറ്റർ വെച്ച് നമുക്ക് മാനുവലി കമാൻഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ അത് തന്നെ നാവിഗേറ്റ് ചെയ്യാം, ഒബ്സ്റ്റക്കിൾസ് അവോയ്ഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് പേലോഡ്സ് ഡ്രോപ്പ് ചെയ്യാം. ഇപ്പോൾ എത്ര പേലോഡാണ് ഒരു ഭാഗത്ത് നിന്ന് പിക്കപ്പ് ചെയ്യുക, വേറൊരു സ്ഥലത്ത് പോയി ഡ്രോപ്പ് ചെയ്യുക, അതേപോലെ ഫോട്ടോസ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. So this is a modular payload carrying plane which has a 2.5 payload to weight ratio, like we are using a PDAV 5010 high torque motor, and we are using a T motor 80 amps ESC and a 3S 35C battery to provide power to the plane. So like basically how planes work is like it is basically based on Bernoulli's principle. When air hits the surface, the velocity of the air above is comparatively higher than the bottom, so there's the pressure difference created which creates lift, and that's how planes fly. Planes are very different from drones. Like planes do not require as much as battery as drones. So we basically work on improving the lift of the plane and reducing the drag. So this is a very small plane. Like this was built for a specific competition which required us to make compact planes, and this plane is also very modular. Like we can remove the parts of the plane and like we can attach it again. And this is one plane which we made for a competition in IIT Bombay. The requirements of the competition were really good. Like we can make the wingspan 1.2 meters. This is the wing which we used, 1.2 meters wingspan. We used thermoball because it is lighter and easier to work with. And this plane could carry around 30 golf balls, which is equivalent to 1.5 kgs. നമ്മൾ ഇതിന് ഉണ്ടാക്കിയ പ്ലെയിനുകളെല്ലാം കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫ്ലൈ സ്കൈ എന്ന് പറഞ്ഞ ഈ ട്രാൻസ്മിറ്ററാണ്. ലൈക്ക് ഈ ട്രാൻസ്മിറ്റർ മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ റഡർ, എലിവേറ്റർ, പിന്നെ ഇതിൻ്റെ എയറോൺ, ഈ സർഫസൊക്കെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ത്രോട്ടിലും. ഇതാണ് നമ്മുടെ വേറൊരു പ്ലെയിനിൻ്റെ മോഡൽ. ഇത് വർക്കിങ്ങിലാണ്. ഇതും ഇതുപോലെ തന്നെ ഒരു മോഡുലാർ പ്ലെയിനാണ്, ചെറിയൊരു പ്ലെയിനാണ്. ഇത് നമ്മുടെ ടൂൾ കിറ്റാണ്. ഫസ്റ്റ് നമ്മുടെ ESC, ലൈക്ക് നമ്മുടെ ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോൾ, നമ്മുടെ മോട്ടറിലേക്ക് പോകുന്ന വോൾട്ടേജ് കൺട്രോൾ റെഗുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ BLDC മോട്ടർ, ബ്രഷ്ലെസ് മോട്ടേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലെയിനിന് മെയിനായിട്ട്. ഇത് ഇപ്പോൾ ബാറ്ററി, ഇതൊരു 6S ബാറ്ററിയാണ്. നമ്മൾ മെയിൻലി ഡ്രോണിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് 3S ബാറ്ററീസ് ഉണ്ട്. ഇതൊരു 3 സെൽ ബാറ്ററിയാണ്. ബേസിക്കലി ഇത് 3 സെൽസ് സീരീസിൽ കണക്ട് ചെയ്യുന്നു, ഇത് 6 സെൽസ് സീരീസിൽ കണക്ട് ചെയ്യുന്നു. ഇത് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഇത് പ്രിഫർ ചെയ്യുന്നു. പിന്നെ ഇത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വിങ്സ് ആണ്. ഇത് ഓരോ കോമ്പറ്റീഷൻ ക്രൈറ്റീരിയ അനുസരിച്ച് ലിഫ്റ്റ്, ഡ്രാഗ് ഒക്കെ മൾട്ടിപ്പിൾ സിമുലേഷൻസ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വിങ്സ് ആണ്. ഇതിൽ മോസ്റ്റ്ലി വിങ്സ് തെർമോക്കോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സംടൈംസ് നമ്മൾ ബാൽസ് വെച്ച് വർക്ക് ചെയ്യാറുണ്ട്, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലൈറ്റ് വെയിറ്റ് ആൻഡ് സ്ട്രോങ് വെച്ച്. ഇതാണ് സർവോ മോട്ടേഴ്സ്. ബേസിക്കലി PWM എന്ന് പറയുന്ന സിഗ്നൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ആംഗിൾ ഓഫ് റൊട്ടേഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പേലോഡ് ഡ്രോപ്പിംഗ് മെക്കാനിസം അല്ലെങ്കിൽ പ്ലെയിനിൻ്റെ കൺട്രോൾ സർഫസസ് കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ പർപ്പസിനാണ് നമ്മൾ സർവോ മോട്ടർ യൂസ് ചെയ്യുന്നത്. ഇത് ബ്രഷ്ലെസ് DC മോട്ടർ. ബ്രഷ്ലെസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ലോസസ് വളരെ കുറവാണ്. നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ത്രസ്റ്റും സ്പീഡൊക്കെ ലൈക്ക് പറ്റുന്ന മിനിമലിസ്റ്റിക് കറണ്ടിൽ പ്രൊവൈഡ് ചെയ്യാൻ ഇതിന് പറ്റും. ഇത് ESC. ഈ BLDC മോട്ടർ കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസമാണ് ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോൾ, അതായത് ESC ചെയ്യുന്നത്. Brilliant Study Center, India's #1 coaching center for NEET and JEE.